ദൈവമേ ഇവനാ നമ്മുടെ ജോസഫ് പറഞ്ഞേ നിന്നോട് അധികം സംസാരിക്കരുത്. അതെന്നോട് സംസാരിച്ചാ നീ വായെടുത്ത ദുരന്തം മാത്രമേ പറയുള്ളൂ. പറയണത് അപ്പം നടക്കുകയും ചെയ്യും. അതെ, ഞാൻ നല്ലതും പറഞ്ഞിട്ടുണ്ട്. കൊറേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജോസഫ് തെങ്ങ് വന്ന് വീണ് കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞ ആളെ ഇപ്പൊ നടക്കുന്നു. ഇപ്പൊ പയറുമണി പോലെ സൈക്കിൾ ഇട്ട് കിടക്കുന്നു. പോട്ടെ, നീ ഇവിടെ വന്നിരിക്കണേ. ഇവിടെ ഈ ഒറ്റയ്ക്കിരിക്കുമ്പോ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല സുഖമുണ്ട്. അന്ന് നമുക്കൊരു ചായ കുടിക്കാം. നമുക്കേ ആ രാഘവേണ്ട കടയിൽ ചായ കുടിക്കാം. അത് വേണ്ടാ, അമ്മ ഹോട്ടലിൽ നിന്ന് നമ്മളേ അനന്ത് കാശ് കൊടുത്തോളൂ. ചീവിടിച്ചൊക്കെ ഹെൽമെറ്റ് പോലും വെച്ചിട്ടില്ല. എല്ലാം വണ്ടിയും കിട്ടി വീണാത്ത അവസ്ഥ. താനൊന്നും മിണ്ടാണ്ട് ആ ചെക്കനെങ്കിലും ഒന്ന് ജീവിച്ചു പോക്കോട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞ സംഭവിക്കുന്നില്ലടാ, എനിക്ക് തെറ്റിദ്ധാരണയാ. അല്ലടാ, അമ്മ ഹോട്ടലിൽ ബോണ്ടി ഉണ്ടാവും. ബോണ്ടി ഉണ്ടാവും, ഇവിടെ കാശുണ്ടായാൽ മതി. അതിപ്പോ അനന്ത് കൊടുത്തോളൂ, നമുക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരാ? എന്റെ ഫ്രണ്ടാ. ആ പറടാ. നമ്മുടെ ജോസഫ് വീണ്ടും ആശുപത്രിയിലെ. ദൈവമേ, അയാൾക്ക് എന്ത് പറ്റി? എടാ, ഞങ്ങളിപ്പോ അയാളുടെ കാര്യം പറഞ്ഞോളൂ. ഞങ്ങളാ? അതാര്? ഞാനും നിഷാദും. എന്റെ കർത്താവ് അയാളുടെ നാക്കാനും കണ്ടിരിക്കില്ലല്ലേ. വെറുതെ അല്ല ജോസഫ് വീണത്. നീയൊന്നും മിണ്ടാണ്ട് നീ ആ ഫോണിലെന്ന് പറഞ്ഞു കഴിഞ്ഞാ നിന്നെ പറ്റി എന്തെങ്കിലും പറയും. അത് ശരിയാ, വേണമെങ്കിൽ കണ്ണന്റെ പേര് പറഞ്ഞ ആ 1 മാസം എനിക്ക് 500 രൂപ തന്നപ്പോളെ. അത് ഞാൻ പറയാടാ. ശരിയടാ, എന്നാ പിന്നെ വിളിക്കാം. ഓക്കേടാ, ഞാൻ വിളിക്കാടാ. ശരി. ആരാ? അതെന്റെ ഫ്രണ്ടാ. എന്താ വിഷയം? അതെ, നമ്മുടെ ജോസഫയുടെ പിന്നെ ആശുപത്രിയിലായി. എന്ത് പറ്റി? അത് പിന്നെ വീണു. അപ്പൊ അതും എന്റെ തലയില്. അയ്യോ, ആ ചക്കന് എന്ത് പറ്റിയാണോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ സംഭവം വൈകില്ലെന്ന്. ഓക്കെ, പയറുമണി പോലെ തന്നെ പോണത് ടി വിയില്. ആ ചക്ക ഒരു കുഴപ്പമൊന്നുമില്ല. നീ വന്ന് വണ്ടിയിൽ കയറി.